അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, സൂറ അൽ ബഖറയിലെ 115-ാമത്തെ ആയത്താണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. അല്ലാഹു പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേത് തന്നെയാണ്. ഫഅയ്നമാ തുവല്ലു, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും, ഫസമ്മ വജ്ഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ മുഖം അവിടെയുണ്ട്. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, വാസിഉൻ, വിശാലമായ കഴിവുകളുള്ളവനാണ്, അലീമുൻ, സർവ്വതും അറിയുന്നവനുമാണ്. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതാണ്. ഏതൊരു വസ്തുവും ഒരുപക്ഷെ അത് കിഴക്കായിരിക്കും, അല്ലെങ്കിൽ പടിഞ്ഞാറായിരിക്കും. അതിനാൽ സർവ്വ വസ്തുക്കളും അള്ളാഹുവിൻ്റേത് തന്നെയാണ്. എല്ലാത്തിൻ്റെയും പരിപൂർണമായ ഉടമസ്ഥത, അധികാരം അത് അള്ളാഹുവിൻ്റേതാണ്. അതാണ് വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. ശേഷം പറഞ്ഞു: ഫഅയ്നമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ മുസ്ലിം ഏത് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്നപ്പോൾ മക്കയിലെ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കാരം നിർവഹിച്ചിരുന്നത്. മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം 16-17 മാസക്കാലം ബൈത്തുൽ മഖ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിച്ചിരുന്നത്. പിന്നീട് മക്കയിലെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം എന്ന കൽപ്പന വന്നു. ഇതാണ് ഖിബിലയുടെ ചരിത്ര പശ്ചാത്തലം. അപ്പോൾ നമസ്കാരത്തിന് ഒരു അഭിമുഖ ദിശ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു ഏത് ദിശയാണോ നിശ്ചയിക്കുന്നത് അവിടേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളത് അത് പ്രശ്നമായി കാണേണ്ടതില്ല. കഴിഞ്ഞത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടേണ്ടതും പ്രയാസപ്പെടേണ്ടതുമില്ല. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും എല്ലാം അള്ളാഹുവിൻ്റേതാണ്. ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, എവിടേക്ക് തിരിഞ്ഞാലും ശരി, അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ വജ്ഹുണ്ട്. ഈ വജ്ഹ് എന്ന വാക്കിന് സുപരിചിതമായ അർത്ഥം മുഖം എന്നുള്ളതാണ്. മറ്റൊന്ന് ജിഹത്ത്, ഭാഗം എന്നുള്ളതാണ്. അപ്പോൾ ഏത് ഭാഗത്തേക്ക് നിങ്ങൾ തിരിഞ്ഞാലും അവിടെയെല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഖിബില തന്നെയാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഉൾപ്പെടുന്നതാണ് ഒരു വ്യക്തി ഖിബിലയുടെ ഭാഗം ഏതാണ് എന്ന് തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ കൂരിരുട്ടുകൊണ്ടോ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ മക്കയിലേക്കുള്ള ദിശ മനസ്സിലാകാതെ വന്നാൽ അയാൾ സ്വയം പരിശ്രമിക്കുകയും
ദിശ ഏതാണെന്ന് കണ്ടെത്തുകയും നിശ്ചയിക്കുകയും ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമസ്കരിച്ചു, അത് ഖിബലയിലേക്കായിരുന്നില്ല എന്ന് പിന്നീട് മനസ്സിലായാൽ ആ നമസ്കാരത്തിൻ്റെ വിധി എന്താണ്? ഇത്തരം സാഹചര്യത്തിൽ ഖിബലയുടെ അഭിമുഖ ദിശ കണ്ടെത്തുവാൻ പരിശ്രമിച്ച് നമസ്കരിച്ചാൽ അത് സാധുവാണ്. കാരണം ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹുണ്ട്. ഇതുപോലെ മറ്റൊരു മസ്അല പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. യാത്രക്കാരന് ഫർദ് നമസ്കാരത്തിൽ ഖിബല വേണ്ടതുണ്ട്, സുന്നത്ത് നമസ്കാരത്തിൽ നിർബന്ധമല്ല. ഏത് ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചാലും ആ സുന്നത്ത് നമസ്കാരം സാധുവാകുന്നതാണ്, സ്വീകാര്യമാകുന്നതാണ്. തുടർന്ന് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ വാസിഉൻ അലീം, അല്ലാഹു വിശാലമായ കഴിവുകളുള്ളവനാണ്. അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും കഴിവിൻ്റെയും വിശാലതയാണ് ഇന്നല്ലാഹ വാസിഉൻ എന്ന് പറയുന്ന വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അലീമുൻ, സർവ്വതും അറിയുന്നവനാണ്. അള്ളാഹുവിന് അജ്ഞാതമായിക്കൊണ്ട് അറിയാത്തതായിക്കൊണ്ട് ഒന്നുമില്ല. നിരവധി ആയത്തുകളിലൂടെ അള്ളാഹു ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സർവജ്ഞനായ അള്ളാഹുവാണ്, സർവ കഴിവുകളുമുള്ളവനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ ഉപേക്ഷിക്കുകയോ വിരോധിച്ചത് പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ, അള്ളാഹുവിനെ ചെയ്യുമ്പോൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്നുള്ള യാഥാർത്ഥ്യം.